ഞാനിന്ന് വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഞാൻ 2 ദിവസം മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2 ദിവസമല്ല, ഒരു 3-4 ദിവസത്തിന് മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് അമേരിക്കയിൽ നഴ്സിംഗ് കോഴ്സിനെ അവർ പ്രൊഫഷണൽ ഡിഗ്രിയിൽ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വീഡിയോ ചെയ്തപ്പോഴേക്കും അതിനകത്തൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കമൻറ്റിനെ കുറിച്ചൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് വീഡിയോ ചെയ്യുന്നത്. ആ കമൻറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഈ കമൻറ്റ് ഇട്ടേക്കുന്നത് ഒരു ചേച്ചിയാണ് കേട്ടോ. ഞാൻ വേറെ കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷേ അപ്പോൾ ഈ കമൻറ്റിനകത്ത് പറയുന്നത് എന്തെന്ന് വെച്ചാൽ, എല്ലാത്തിൻ്റെയും അഹങ്കാരം കുറഞ്ഞു കിട്ടുമല്ലോ എന്ന്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, ചേച്ചി എന്ത് മാനസികാവസ്ഥ വെച്ചിട്ടാണോ ഈ കമൻ്റ് ഇട്ടതെന്നാണ്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കണം. ഈ നിപ്പ ടൈമിൽ നമ്മുടെ ഒരു നേഴ്സ് മരിച്ചതായിട്ട് ചേച്ചിക്ക് ഓർമ്മയുണ്ടാവും അല്ലേ? ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ, അപ്പോൾ ചേച്ചിക്ക് അത് മനസ്സിലാവും. നിപ്പയെ പ്രതിരോധിച്ച് കേരളത്തിന്റെ മിടുക്കിനൊപ്പം പേരാമ്പ്ര ഗവൺമെന്റ് ആശുപത്രിയിലെ നഴ്സ് ലിനിയുടെ ജീവത്യാഗവും ലോകശ്രദ്ധ നേടി. സ്വന്തം ജീവനും ജീവിതവും മറന്ന് രോഗികളെ ശുശ്രൂഷിച്ച ലിനി മാനുഷിക സ്നേഹത്തിന്റെയും ആത്മത്യാഗത്തിന്റെയും പുതിയ പാഠമാണ് ലോകത്തിന് നൽകിയത്. ലിനിയാണ് TNG പുരസ്കാരത്തിന് പരിഗണിക്കപ്പെടുന്ന ആദ്യ പേര്. ചേച്ചി ഒരു കാര്യം മനസ്സിലാക്കുക, ലിനിയെപ്പോലുള്ള സിസ്റ്റേഴ്സ് നമ്മുടെ ഈ നാട്ടിൽ, നമ്മുടെ ഈ കൊച്ചു കേരളത്ത്, നമ്മുടെ മറ്റു മനുഷ്യർക്ക് വേണ്ടി ജീവിച്ച് ജീവിതം ബലിയർപ്പിച്ച ഒരു സിസ്റ്ററാണത്. ഈ കമൻ്റ് ഇടുന്നത് ഞാൻ ആ ചേച്ചിക്ക് വേണ്ടി മാത്രമല്ല കേട്ടോ. ആ കമൻറ്റിന് താഴെയും കുറച്ച് പേര് സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് അത് പറഞ്ഞതെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലാവുന്നില്ല. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നമ്മൾ ഒരാളുടെ ഉയർച്ചയിൽ സന്തോഷിക്കാൻ നോക്കുക. അവരുടെ സങ്കടം വരുമ്പോൾ അവരുടെ കൂടെ സങ്കടപ്പെടാൻ നോക്കുക. അപ്പോഴേ നമുക്കൊരു ഉയർച്ച ഉണ്ടാവുള്ളൂ. അതേസമയം മറ്റുള്ളവരുടെ വളർച്ചയിൽ നമ്മൾ മാക്സിമം അസൂയപ്പെടാതിരിക്കാൻ ശ്രമിക്കുക. നമ്മൾ കഷ്ടപ്പെടുക, നമുക്ക് നല്ലൊരു ഫ്യൂച്ചർ ഉണ്ടാവും. നിങ്ങൾക്കൊരു കാര്യം അറിയാവോ, ഈ പുറത്ത് വർക്ക് ചെയ്യുന്ന നഴ്സുമാരൊക്കെ അവർക്കൊരു പാസ്റ്റ് ലൈഫ് ഉണ്ടായിരുന്നു. പാസ്റ്റ് ലൈഫ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ നാട്ടിൽ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്കറിയാമല്ലോ, അതിൻ്റേതായ ശമ്പളത്തിൻ്റെ കുറവും പിന്നെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം തരണം ചെയ്ത് ലൈഫ് സെറ്റിലാകണം. ഞാനോ ഇങ്ങനെയായി, നമ്മുടെ ഫാമിലിയെങ്കിലും നമ്മുടെ ഫ്യൂച്ചറെങ്കിലും നമ്മുടെ മക്കളെങ്കിലും കുറച്ച് നന്നായിട്ടിരിക്കണം, മറ്റ് ആൾക്കാർ പഠിക്കുന്നത് പോലെ, മറ്റ് കുട്ടികൾ പഠിക്കുന്നത് പോലെയെങ്കിലും നന്നായിട്ടൊന്ന് നല്ല സ്കൂളിങ് കൊടുക്കണം, അങ്ങനെയൊക്കെ വിചാരിച്ച് അവർ കഷ്ടപ്പെട്ടത് കൊണ്ടാണ് അവർക്ക് നല്ലൊരു ഫ്യൂച്ചർ കിട്ടുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങളും കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാവും. ഈ മറ്റുള്ളവരുടെ വളർച്ചയെ അസൂയപ്പെടുന്ന ആൾക്കാരൊക്കെ അവരുടെ നല്ല കാലത്ത് അവർ ചിലപ്പോൾ അവരുടെ കംഫോർട്ട് സോണിൽ അവരിരുന്നിട്ട് ഒന്നും കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം അവരിരിക്കുന്ന കംഫോർട്ട് സോൺ അവർക്കൊരു കംഫർട്ടബിൾ ആയിരുന്നു. അത് കാരണം അവർ കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. അത് കാരണം അവർ അന്നത്തെ ലൈഫ് തന്നെയാണ് ഇന്നും കണ്ടിന്യൂ ചെയ്തു പോകുന്നത്. പക്ഷേ അന്ന് കഷ്ടപ്പെട്ട ആൾക്കാർ, അന്ന് ചിലപ്പോൾ ഒരു നേരത്തെ ആഹാരത്തിന് കഷ്ടപ്പെട്ട നഴ്സുമാരുണ്ട്, എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്നതാണ്. അപ്പോൾ അവർ കഷ്ടപ്പെട്ടു, അവർ പഠിച്ചു, അവർക്ക് നല്ലൊരു ജോലി കിട്ടി, ഇപ്പോൾ അവരുടെ ഫ്യൂച്ചർ സെറ്റിലായി. മറ്റുള്ളവർ നന്നായിട്ടിരിക്കുമ്പോൾ നമ്മളതിൽ സന്തോഷിക്കാൻ നോക്കുക. അതിൽ നമ്മൾ അസൂയപ്പെട്ടിട്ടോ അഹങ്കരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. നമുക്കും നല്ലൊരു ബെറ്റർ ഫ്യൂച്ചറിന് നമ്മൾ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കുക കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ കമൻ്റ് ഇട്ട ആൾക്കാരടക്കം നിങ്ങളുടെ കുഞ്ഞു പ്രായത്ത്, അതായത് നിങ്ങളെ പ്രസവിച്ചിട്ട് ആ ചോര കുഞ്ഞായിരിക്കുന്ന സമയത്ത് നിങ്ങളെ മാറോട് ചേർത്ത് പിടിച്ചിരുന്നത് ഒരു നേഴ്സാണ്. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഞാനൊരു നേഴ്സായതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് പറയുവാണ്, എൻ്റെ അറിവിൽ, എൻ്റെ അനുഭവത്തിൽ, ഞാനിപ്പോൾ ഒരു 10-12 വർഷമായിട്ട് ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ട്. എക്സ്പീരിയൻസ് മീൻസ്, അപ്പം ഞാൻ കുറേ നേഴ്സുമാരുമായിട്ട് ഇങ്ങനെ പരിചയപ്പെട്ടിട്ടുണ്ട്. ഞാൻ കണ്ട എൻ്റെ ഒരു അനുഭവം വെച്ചിട്ട് പറയുവാണെങ്കിൽ, നിങ്ങൾ നേഴ്സുമാരെ ചിന്തിച്ച് വച്ചേക്കുന്നതെന്ന് വെച്ചാൽ അവർ ഭയങ്കര അഹങ്കാരികളാണ്, അങ്ങനെ ഇങ്ങനെയൊക്കെയാണ്. പക്ഷെ അങ്ങനെയല്ല. അപൂർവം ചില നേഴ്സുമാർ ചിലപ്പോൾ അങ്ങനെയൊക്കെ പെരുമാറുന്നുണ്ടാവും. പക്ഷേ എന്ന് പറഞ്ഞിട്ട് എല്ലാ നേഴ്സുമാരെയും, എല്ലാ നേഴ്സിംഗ് കമ്മ്യൂണിറ്റീസിനെയും നിങ്ങൾ അങ്ങനെ അടച്ചാക്ഷേപിക്കേണ്ട കാര്യമില്ല. എനിക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ, ഏത് പേഷ്യൻസ് വന്നാലും അവർ ആത്മാർത്ഥമായിട്ട് പേഷ്യൻസിന് കെയർ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കതറിയാവോ? നമ്മുടെ വീട്ടിലെ ഒരു അംഗത്തിനെ പോലെയാണ് അവർ നോക്കുന്നത്. അത് എനിക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് നിങ്ങൾ നേഴ്സുമാരെ ബഹുമാനിച്ചില്ലെങ്കിലും നിങ്ങൾ അവരെ കുറ്റം പറയാതിരിക്കുക. അവരുടെ സന്തോഷത്തിൽ നിങ്ങൾ സന്തോഷിക്കുക. നിങ്ങൾ അതിനോടൊപ്പം നിങ്ങൾ നന്നായിട്ട് ഒരു നല്ലൊരു ഫ്യൂച്ചറിൽ നിങ്ങൾ നന്നായിട്ടിരിക്കുക. എല്ലാവരും നന്നായിട്ടിരിക്കുക. എല്ലാവർക്കും കഷ്ടപ്പാടിൻ്റെ കാലം ഉണ്ടാവും, എല്ലാവർക്കും നല്ലൊരു ഫ്യൂച്ചറും ഉണ്ടാവും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളെ കൊണ്ടാകുന്ന ചെറിയൊരു സഹായങ്ങളൊക്കെ ചെയ്ത് നമുക്കങ്ങനെ ജീവിച്ചു. അപ്പോൾ നമുക്ക് ഐശ്വര്യവും എല്ലാം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വന്നു ചേരും. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ പേഴ്സണലായിട്ട് ആരെയും ഹേർട്ട് ചെയ്യാൻ പറഞ്ഞതല്ല. അപ്പോൾ എനിക്കിങ്ങനെ ഈ കമൻറ്റിന് ഇങ്ങനെ ഒന്ന് റെസ്പോണ്ട് ചെയ്യണമെന്ന് തോന്നി. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എന്തായാലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എനിക്കറിയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഈ ചാനലിനകത്ത് കൂടുതലും നഴ്സിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള നഴ്സിംഗ് ഹെൽപ്പും നഴ്സിംഗ് ടിപ്സും അതുപോലെ തന്നെ നഴ്സിംഗ് ജോബ് വാക്കൻസീസും ഒക്കെയാണ് പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് വീഡിയോസ് എല്ലാം വരും വീഡിയോയിൽ ലഭിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്